വെൽക്കം ടു മാക്സിയോൺ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ഡേ 3 സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ദ വേരിയൻസ് ഓഫ് ദി ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ വേരിയൻസ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് വരിക? 1 വരുന്നുണ്ട്, 3, 5 എക്സെട്ര അപ് ടു n എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കണം അല്ലെ. ഓഡ് നമ്പറിന്റെ ജനറൽ നമ്പർ എന്ന് പറയുന്നത് n ഓഡ് എന്ന് പറയുമ്പോൾ n-2n-1 വരെയാണ് നമ്മൾക്ക് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് വരിക അല്ലെ. സോ അതിന്റെ മീൻ നമ്മൾക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? x bar will be equal to sum of all observations divided by total number ആണ്. So that is sum of 1 plus 3 plus 5 plus etc plus 2n minus 1 whole divided by n നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അല്ലെ. n ഓഡ് ഫസ്റ്റ് n എലമെന്റ്സുകളാണ്. സോ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമ്മൾക്ക് എന്തായിരിക്കും? n ആയിരിക്കും അല്ലെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 പ്ലസ് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു n സ്ക്വയർ ആണ്. സോ ദാറ്റ് ഇസ് n സ്ക്വയർ ഡിവൈഡഡ് ബൈ n. നമുക്ക് മീൻ എന്ത് വന്നു? n എന്ന് വന്നു. പക്ഷെ നമ്മളടുത്ത് മീൻ അല്ല ചോദിച്ചിരിക്കുന്നത്, പകരം നമ്മളടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? വേരിയൻസ് ആണ്. സോ വേരിയൻസ് ഓഫ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്താ? സം ഓഫ് xn സ്ക്വയർ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ ആണ് അല്ലെ. സോ അവിടെ നമുക്ക് എക്സ് ബാർ കിട്ടി, എക്സ് ബാർ ഹോൾ സ്ക്വയർ, അപ്പൊ നമുക്ക് അവിടുന്ന് n സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ടാവും. പക്ഷേ സമ്മേഷൻ xn സ്ക്വയർ കൂടെ നമ്മൾക്ക് കണ്ടുപിടിക്കണം അല്ലെ. സോ സമ്മേഷൻ xn സ്ക്വയർ നമ്മൾക്ക് എന്തായിരിക്കും വരിക? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ദാറ്റ് ഇസ് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ 2n-1 ഹോൾ സ്ക്വയർ ആണ്. n is from 1 to n അല്ലെ. സോ ഇവിടെ നമ്മൾക്ക് എന്ത് വന്നു? ഈ 2n-1 ഞാൻ എന്ത് ചെയ്തു? അതിലൊന്ന് 2n-1 ഹോൾ സ്ക്വയറിന് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് ഇസ് 4n സ്ക്വയർ മൈനസ് 4n പ്ലസ് 1 എന്നുണ്ടാവും അല്ലെ. സോ ഇത് സമ്മേഷൻ ആണ്. എനിക്ക് സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് 4 ഇൻറ്റു സമ്മേഷൻ n സ്ക്വയർ മൈനസ് 4 ഇൻറ്റു സമ്മേഷൻ n പ്ലസ് സമ്മേഷൻ 1 അല്ലെ. സോ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് അല്ലെ. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n ഫ്രം 1 ടു n ആണ്. അല്ലെങ്കിൽ എന്നിന്റെ പകരം നമുക്ക് i എന്ന് എടുക്കാം അല്ലെ. എക്സ് ഐ ആണ് എങ്കിൽ ഇവിടെ 2i, i ഫ്രം 1 ടു n, i സ്ക്വയർ 4i i എന്ന് എടുക്കാം അല്ലെ. i is equal to 1 to n, i is equal to 1 to n ആണ് എങ്കിൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ഓൾറെഡി അവിടെ ഉണ്ട്. ദാറ്റ് ഇസ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 ആണ് അല്ലെ. മൈനസ് 4 ഇൻറ്റു സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ദാറ്റ് ഇസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 പ്ലസ് സമ്മേഷൻ n ആണ്. i ഫ്രം എവിടുന്ന് എവിടം വരെയാ? 1 ടു n. സോ ദാറ്റ് ഇസ് n 1 പ്ലസ് 1 പ്ലസ് n ടൈംസ് 1 ആഡ് ചെയ്ത് നമുക്ക് n എന്നുണ്ടാവും അല്ലെ. സോ ഇതാണ് നമ്മൾക്ക് സമ്മേഷൻ xi സ്ക്വയർ വരുന്നത് അല്ലെ. സോ നൗ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേരിയൻസിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സമ്മേഷൻ xn സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? നമ്മൾക്ക് n ഉണ്ട് അല്ലെ. സോ ദിസ് ഇസ് സമ്മേഷൻ xn സ്ക്വയർ. സമ്മേഷൻ xn സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാ ടേമും നമുക്ക് n ക്യാൻസൽ ചെയ്യാം. സോ 4 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 മൈനസ് 4 ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. സോ ദിസ് ഇസ് 2 ആയിട്ട് മാറി. പ്ലസ് n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഉണ്ടാവും. മൈനസ് എക്സ് ബാർ സ്ക്വയർ, എക്സ് ബാർ എന്താണ്? n ആണ്. സോ മൈനസ് n സ്ക്വയർ അല്ലെ. സോ ദിസ് ഇസ് നമുക്ക് എന്ത് വന്നു? ദിസ് ഇസ് 4ഉം 3ഉം നമുക്ക് 4ഉം 6ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2/3 എന്ന് വരും അല്ലെ. ദിസ് ഇസ് 2/3. സോ ത്രൂ ഔട്ട് 3ന്റെ ഡിനോമിനേറ്റർ 3 ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 മൈനസ് 3 2s 6 ആണ്. സോ 6n പ്ലസ് 1 പ്ലസ് 3 മൈനസ് 3n സ്ക്വയർ അല്ലെ. സോ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഫസ്റ്റ് ടേമിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? 2 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n. സോ ദാറ്റ് ഇസ് 4n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 2 minus 6n minus 6 plus 3 minus
3n² ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നുണ്ടാവും അല്ലേ. സോ ദാറ്റ് ഇസ് 6n ഉം 6n ഉം നമ്മൾക്ക് ക്യാൻസൽ ചെയ്ത് പോയി 4n² മൈനസ് 3n² എന്നുണ്ടാവും. സോ ദാറ്റ് ഇസ് n² ദെൻ -1 ഡിവൈഡഡ് ബൈ 3 ആണ്. സോ ഡിവൈഡഡ് ബൈ 3 അല്ലേ. സോ അതായത് ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാണ്, അതിന്റെ സീരീസിന്റെ സമ്മിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ദാറ്റ് ഇസ് n² മൈനസ് 1/3 അല്ലേ. സോ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദി അരിത്തമെറ്റിക് മീൻ ആൻഡ് മീഡിയൻ ഓഫ് 5 ഡിസ്റ്റിങ്ക്ട് നാച്ചുറൽ നമ്പേഴ്സ് ആർ ബോത്ത് 7. അപ്പോൾ അരിത്തമെറ്റിക് മീനും അതുപോലെ തന്നെ മീഡിയനും നമ്മൾക്ക് എന്താണ് 7 ആണ് അല്ലെ. 5 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സപ്പോസ് ഞാൻ ആ നാച്ചുറൽ നമ്പേഴ്സിന് എന്തെടുത്തു, x1, x2, x3, x4 ആൻഡ് x5 എന്നെടുത്തു. സോ അതിന്റെ എന്താണ് അരിത്തമെറ്റിക് മീൻ 7 ആണ് ആൻഡ് അതിന്റെ മീഡിയനും 7 ആണ് അല്ലെ. സോ മീഡിയൻ 7 ആണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്താ 5 നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. സോ അവിടെയുള്ള മീഡിയൻ എന്തായിരിക്കും, x3 ആയിരിക്കും അല്ലെ. സോ ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, x3 ആണ്. സോ നമ്മുടെ നമ്പേഴ്സ് എന്തായിട്ട് മാറി, x1, x2, 7 then x4 and x5 അല്ലെ. ഇത്രയായിട്ട് മാറി. ഇനി ഇതിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്ത്, x bar is equal to 7 ആണ്. സോ x bar equal to 7 ആണ് എങ്കിൽ x1 plus x2 plus 7 plus x4 plus x5 whole divided by 5 is equal to നമ്മൾക്ക് എന്ത് വന്നു, 7 എന്ന് വന്നു. സോ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം, x1 plus x2 plus x17 ഞാൻ 17 നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ x4 plus x5 will be equal to 7 5s are 35 minus 7 അല്ലെ 28 എന്ന് വന്നു. ഇത് നമ്മൾക്കൊരു റിലേഷൻ ആയിട്ട് നമ്മൾക്ക് കീപ്പ് ചെയ്യാം അല്ലെ. സോ ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പൊ ഈ റിലേഷൻ വേണം നമ്മൾക്ക് എന്ത് ചെയ്യാന്, ഇതിന്റെ മാക്സിമം അല്ലെ x1, x2, x3, x4, x5 ഏറ്റവും മാക്സിമം വാല്യൂ അറ്റ് ദ മോസ്റ്റ് എന്തായിരിക്കും, അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും എന്നൊക്കെയാണ് നമ്മൾക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് എപ്പോഴും ഓർമ്മയിൽ വേണ്ട ഒരു കാര്യം, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ x1, x2 എന്ന് പറയുന്നത് ലെസ് ദാൻ 7 ആയിരിക്കും. നമ്മൾ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. മീഡിയൻ കാണണമെങ്കിൽ നമ്മൾ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതണം അല്ലെ. സോ x1, x2 എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ലെസ് ദാൻ 7 ആയിരിക്കും. അതുപോലെ തന്നെ x4, x5 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. അങ്ങനെയുള്ള x1 വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. സോ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, നമ്മൾക്ക് ഇതിനകത്തുള്ള മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. സോ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എക്സും ബാക്കി എല്ലാ ടേംസുകളും ഏതെങ്കിലും ഏറ്റവും മാക്സിമം ആണ്. സോ x1, x2, x4 ഞാൻ ഏറ്റവും മിനിമം ചൂസ് ചെയ്യാം. സോ x1 എനിക്ക് ഏറ്റവും മിനിമം ചൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ നമ്പേഴ്സിൽ ഏറ്റവും മിനിമം x1 = 1 എടുക്കാം. ഇനി എനിക്ക് x2 = 2 എന്നും എടുക്കാം അല്ലെ. പക്ഷെ ഇനി x4ന്റെ മിനിമം ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ 7നേക്കാൾ വലുതായിരിക്കണം x4 അല്ലെ. അപ്പൊ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ എന്താ, x4 = 8 എന്നാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അല്ലെ. സോ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കറസ്പോണ്ടിങ്ങിലി ഇത്രയാണ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ x5 നമുക്ക് എന്ത് കിട്ടും, 28 minus 1 plus 2 plus 8. സോ ദാറ്റ് ഈസ് 28 minus 11 വരും, ദാറ്റ് ഇസ് 17 അല്ലെ. സോ x5 ഇതിനകത്തുള്ള മാക്സിമം വാല്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 17 ആണ് അല്ലെ. സോ അവിടെ നമ്മൾക്ക് അതായത് മാക്സിമം വാല്യൂവിന്റെ ഏറ്റവും മാക്സിമം വാല്യൂയുടെ മാക്സിമം അല്ലെ, അത് നമുക്ക് എന്താണ് 17 ആണ്. അപ്പൊ അറ്റ് ദ മോസ്റ്റ് അത് എന്തേ വരുള്ളൂ, 17 വരുള്ളൂ അല്ലെ. അപ്പൊ അറ്റ്ലീസ്റ്റ് വാല്യൂ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്ഷൻ സി കറക്റ്റ് ആയിട്ട് വന്നു. ഇനി മിനിമം വാല്യൂ, അത് മാക്സിമത്തിന്റെ മിനിമം ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ മാക്സിമത്തിലെ മിനിമം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം, ഞാൻ x1ന് എന്ത് മിനിമം ചൂസ് ചെയ്യണം, x2ന് എന്ത് ചൂസ് ചെയ്യണം, x4ന് എന്ത് ചൂസ് ചെയ്യണം അല്ലെ. സോ x4ഉം x2ന് നമുക്ക് 7ന്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പർ ആയിട്ട് x2ന് ഞാൻ എന്തെടുക്കുന്നു, 6 എടുക്കുന്നു. അപ്പൊ x1 എന്തായിട്ട് മാറി, 5 ആയിട്ട് മാറി അല്ലെ. നമുക്ക് x3 ഓൾറെഡി നമുക്ക് x3 = 7 ഉണ്ട് അല്ലെ. സോ x3 = 7 എന്നുണ്ട് എങ്കിൽ ഇവിടെ എടുക്കാൻ പിന്നെ നമ്മൾക്ക് ഉള്ളത് എന്താ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 plus 7 നമുക്ക് 18 കിട്ടി അല്ലെ. സോ 18 plus സംതിങ് നമുക്ക് 28 കിട്ടണം. സോ x4 ഞാൻ എന്തെടുക്കുന്നു, 8 എടുക്കുന്നു. x5 അപ്പൊ നമുക്ക് കറസ്പോണ്ടിംഗ്ലി എന്താ വരിക, 9 അല്ലെ. സോ ഇതാണ് നമുക്ക് ഏറ്റവും മിനിമം വാല്യൂ വരുന്നത്. ഏറ്റവും മിനിമം നമുക്ക് അപ്പൊ മാക്സിമത്തിന്റെ മിനിമം എന്ന് പറയുന്നത് ഏറ്റവും ലാർജസ്റ്റ് നമ്പറിന്റെ മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കും, അറ്റ്ലീസ്റ്റ് അതെന്താവണം, 9 ആവണം.
അറ്റ് ദ മോസ്റ്റ് അത് എന്തായിരിക്കും, അത് 18 ആയിരിക്കും അല്ലെ. സോ ഓപ്ഷൻ നമ്മൾക്ക് വരുന്ന ആൻസറിൽ അറ്റ് ദ മോസ്റ്റ് 17 എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. Next question, the correlation coefficient rho xy between the random variables x and y is 0.8 ആണ് അല്ലെ. 0.8 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ then the correlation coefficient between x and u is equal to 20 minus 3.2 y ആണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഇവിടെ നമ്മൾക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് ആൻഡ് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും, കോറിലേഷൻ ഈസ് കോവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് യു ഡിവൈഡഡ് ബൈ ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, ദാറ്റ് ഈസ് വി ഓഫ് എക്സ് വി ഓഫ് യു അല്ലെ. സോ കോവേരിയൻസ് ഓഫ് യു സോറി എക്സ് ആൻഡ് യു, കോവേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, പക്ഷെ യു എന്ന് പറയുന്നത് എന്താ 20 മൈനസ് 3.2 y ആണ് അല്ലെ. ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വി യു ഉണ്ടാവും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് വി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻസ് ഓഫ് 20 മൈനസ് 3.2 y അല്ലെ. സോ ഈ കോവേരിയൻസിന് നമ്മൾക്ക് എങ്ങനെയാണ് ജനറലൈസേഷൻ ഉള്ളത്, covariance of ax plus b and cy plus d will be equal to എന്താണ്, ac into covariance of x, y ആയിരിക്കും അല്ലെ. സോ അപ്പൊ ന്യൂമറേറ്ററിൽ കോവേരിയൻസ് ഓഫ് എക്സ് 20 മൈനസ് 3.2 y എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും 1 ഇൻറ്റു മൈനസ് 3.2 അല്ലെ. ദാറ്റ് ഈസ് മൈനസ് 3.2 കോവേരിയൻസ് ഓഫ് എക്സ്, y ആയിരിക്കും ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് എന്ന് പറയുന്നത് ഞാൻ സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നു. വേരിയൻസ് ഓഫ് 20 മൈനസ് 3.2 y എന്ന് പറയുന്നത് എന്താ, വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ആണ് അല്ലെ. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് 0 ആണ്. സോ 0 മൈനസ് 3.2, സോ മൈനസ് 3.2 മൈനസ് 3.2ന്റെ ഹോൾ സ്ക്വയർ വരും, 3.2 ഹോൾ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് y അല്ലെ. സോ ദാറ്റ് ഈസ് 3.2 ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 3.2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് y അല്ലെ. സോ ഈ 3.2 നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി. സോ മൈനസ് കോവേരിയൻസ് ഓഫ് എക്സ്, വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വി ഓഫ് എക്സ് വി ഓഫ് വൈ അല്ലെ. വി ഓഫ് എക്സ് അപ്പൊ ഇതെന്താണ്, വി ഓഫ് എക്സ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ഓഫ് എക്സ്, വൈ ആണ്. ഓൾറെഡി നമുക്ക് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ തന്നിട്ടുണ്ട്, അതെന്താണ് 0.8 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, മൈനസ് 0.8 ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ബി ദി സം ഓഫ് ദി ഔട്ട്കംസ്. എഫ് ബി എന്നാണ്. Okay. If x be the sum of outcomes ആണ്. Okay. If x be the sum of outcomes when two fair dice are thrown simultaneously. അപ്പോൾ സം ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡൈ ത്രോ ചെയ്തു. അപ്പൊ ആദ്യത്തതിൽ 1ഉം രണ്ടാമത്തതിൽ 5ഉം ആണെങ്കിൽ അതിന്റെ എക്സ് വാല്യൂ എന്തായിരിക്കും, 1 + 5 7 അല്ലെ. ഇത് ഡൈ ത്രോ ചെയ്യുക, രണ്ട് ഡൈ ത്രോ ചെയ്യുക, അതിന്റെ മുകളിൽ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ ആ രണ്ടിന്റെയും വാല്യൂസ് സം ചെയ്യാം. അതാണ് നമ്മൾക്ക് എന്ത്, എക്സ് എന്ന് പറയുന്നത് അല്ലെ. സോ ദാറ്റ് ഈസ് സം ഓഫ് എന്താണ്, വാല്യൂസ് ആണ് നമ്മൾക്ക് എന്ത് ഇവിടെ വരുന്ന എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അല്ലെ. ദെൻ പ്രോബബിലിറ്റി ഓഫ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് 6 is greater than or equal to 1 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1നെ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് 6 ലെസ് ദാൻ 1 കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ലെ. ടോട്ടലിൽ നിന്നും അതിന്റെ നേരെ കോംപ്ലിമെന്റ് കുറയ്ക്കുന്നു അല്ലെ. സോ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 6 ലെസ് ദാൻ 1 ആണ്. അപ്പൊ എക്സ് മൈനസ് 6 എന്ന് പറയുന്നത് എക്സ് എന്താ, സം ഓഫ് ദി വാല്യൂസ്. ഇപ്പൊ സം ഓഫ് ദ വാല്യൂസ് മൈനസ് 6 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 1നേക്കാൾ കുറവ് കിട്ടണം. അപ്പൊ 1നേക്കാൾ കുറവ് കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കണം, അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 6 അല്ലെ. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
6 ചെയ്താൽ മതി. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6 കിട്ടണമെങ്കിൽ നമുക്ക് ഏതൊക്കെ ഔട്ട്കംസ് എടുക്കണം? 1ഉം 5ഉം അല്ലേ? സോ 1ഉം 5ഉം നമുക്ക് എടുക്കാം. ദെൻ ഏതാ ഉണ്ടാവുക? 2 അതിന്റെ നേരെ ഓപ്പോസിറ്റ് 5 1 ഉണ്ടാവും അല്ലേ? ദെൻ 2,4 ഉണ്ടാവും, അതേസമയം 4,2 ഉണ്ടാവും, ദെൻ 3,3 ഉണ്ടാവും അല്ലേ? ഈ 5 ഓപ്ഷൻസ് ആണുള്ളത്. ആൻഡ് ടോട്ടൽ ഔട്ട്കംസ്, പോസിബിൾ ഔട്ട്കംസ് എന്താ? 36. സോ 5 ഔട്ട് ഓഫ് 36. സോ 31 മൈനസ് 5/36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31/36 ആണ് നമ്മൾക്ക് ആൻസർ വരിക. സോ ഓപ്ഷൻ നമ്മൾക്ക് വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. അടുത്തത്, എ സ്റ്റുഡന്റ് ഈസ് ആൻസറിംഗ് ദ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈച്ച് കൺസിസ്റ്റ് ഓഫ് 4 ഓപ്ഷൻസ് ആൻഡ് 1 among them is correct and the rest of them are incorrect. He answers the question either by guessing or by knowing the correct answer with chances 1/3 and 2/3 respectively. What is the chance that he guesses the answer given the response is correct? അല്ലേ? ഇപ്പൊ നമ്മൾക്ക് ഞാൻ E1 E2 എന്ന് പറയുന്ന 2 ഇവന്റുകൾ എടുക്കുന്നു. ദാറ്റ് ഈസ് E1 എന്ന് ഞാൻ എടുക്കുന്ന ഇവന്റ് എന്ന് പറയുന്നത് ഓൾറെഡി ആൾക്ക് എന്തറിയാം? ക്വസ്റ്റ്യൻ ഓൾറെഡി എന്താണ്? നോയിങ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യനെ ഞാൻ എന്തെടുത്തു? E1 എന്ന് എടുത്തു. ഇനി E2 എടുക്കുന്നത് ക്വസ്റ്റ്യൻ അയാൾ എന്ത് ചെയ്യാണ്? ഗസ് ചെയ്തതാണ് എങ്കിൽ ആ റാൻഡം വേരിയബിളായ ഇവന്റിനെ ഞാൻ എന്തെടുത്തു? ഗസ്സിംഗ് എന്ന് എടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ E1ഉം E2. അപ്പോൾ ഒരു ഓൾറെഡി നമ്മൾക്ക് പ്രോബബിലിറ്റി, അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അറിയാമെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഗസ്സിംഗ് ഓർ ബൈ നോയിങ് എന്താ? 2/3 അല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് E1 is 2/3 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് E2 is എന്താണ്? 1/3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോ ഇനി അടുത്തൊരു ഇവന്റ് ഞാൻ എടുക്കുന്നത് എ എന്ന് പറയുന്നത് ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ് എങ്കിൽ അതിന് ഞാൻ എന്തെടുത്തു? ഇവന്റ് എ എന്നും എടുത്തു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ചാൻസ് ദാറ്റ് ഹി ഗെസ്ഡ് ദി ആൻസർ ഗിവൺ ദ റെസ്പോൺസ് ഇസ് കറക്റ്റ് അല്ലേ? സോ ഗെസ്ഡ് ദ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E2 ആണ് അല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ ഓൾറെഡി എന്താണ്? ആൻസർ കറക്റ്റ് ആണെന്ന് അറിയാം. ആൻസർ കറക്റ്റ് ആവുന്ന ഇവന്റ് എ. സോ പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ എ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? ബേസ് തിയറം യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് E2 into probability of A given E2 whole divided by probability of E2 into probability of A given E2 plus probability of E1 into probability of A given E1 അല്ലേ? ഇതാണ് നമ്മൾക്ക് എന്ത്? നമ്മുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഇത് കണ്ടുപിടിക്കാൻ അല്ലേ? സോ പ്രോബബിലിറ്റി ഓഫ് E1ഉം പ്രോബബിലിറ്റി ഓഫ് E2 നമ്മൾക്ക് അറിയാം അല്ലെ? പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 1/3 ആണ് ഇൻടു പ്രോബബിലിറ്റി ഓഫ് A given E2. A given E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗസ് ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ഗസ് ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് A given E2 ആണ്. ഗസ് ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആവാന്ന് പറയുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആവുക, ഏതെങ്കിലും ഒന്ന് കുത്തി അത് കറക്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോബബിലിറ്റി എന്താ? 1/4 അല്ലേ? അതുപോലെ പ്രോബബിലിറ്റി ഓഫ് A given E1, അതായത് എന്താണ്? ആൾക്ക് ഓൾറെഡി ആൻസർ അറിയാം, അത് കറക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? ഓൾറെഡി ആൻസർ അറിയാമെങ്കിൽ അത് എന്തായാലും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. സോ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു 1/3 into 1/4 whole divided by 1/3 into 1/4 plus probability of E1 എന്താണ്? Probability of E1 is 2/3 into A given E1 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? So that is 1/12 whole divided by 1/12 plus 2/3. So 2/3 is 8/12 അല്ലേ? So that is equal to നമുക്ക് എന്ത് കിട്ടി? 1/12 12 ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്? 1/9 വരും അല്ലേ? സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് ആൻസർ വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
The probability density function of a random variable is given by f of x is equal to ax square into b minus x ആണ്. 0ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ അതർവൈസ് അത് എന്താണ് 0 ആണ്. നമ്മൾക്ക് മീൻ തന്നിട്ടുണ്ട് എന്താണ് 0.6 ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എയുടെയും ബിയുടെയും വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? രണ്ട് അൺനോൺസ് ഉണ്ട്. അപ്പൊ മിനിമം നമുക്ക് എന്ത് വേണം? 2 ഇക്വേഷൻസ് വേണം അല്ലെ? 2 ഇക്വേഷനിൽ ഒന്ന് മീൻ തന്നിട്ടുണ്ട്. സോ മീൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ മീൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾക്ക് ഉള്ളത് എന്താ? പിന്നെ നമ്മൾക്ക് ഒരു കണ്ടീഷൻ നമുക്കുള്ളത് എന്താ? എപ്പോഴും നമുക്കൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? ഇനി മീൻ തന്നിട്ടുണ്ട്, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെ? അതെന്താണെന്ന് തന്നിട്ടുണ്ട്? 0.6 ആണെന്നും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതി? രണ്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. സോ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റിയിൽ നമുക്ക് എന്ത് മതി? 0 to 1 നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. സോ 0 to 1 എ ഇൻറ്റു ഞാൻ എക്സ്പാൻഡ് ചെയ്തെടുക്കാം. എ ബി ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് ക്യൂബ് ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 1 എന്ന് വരും അല്ലെ? സോ ദാറ്റ് ഈസ് എ ബി കോൺസ്റ്റന്റ് ആണ്. സോ എ ബി ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എ ഇൻറ്റു എക്സ് റേസ് ടു 4/4. എവിടുന്നാണ് ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ? 0 to 1 is equal to 1. 0 to 1 ആയതുകൊണ്ട് ദാറ്റ് ഈസ് എ ബി ബൈ 3 മൈനസ് എ ബൈ 4 is equal to 1. സോ LCM എടുക്കുമ്പോൾ 4ab മൈനസ് 3a is equal to 12 എന്ന് വന്നു. സോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് -∞ ടു ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതും നമ്മൾക്ക് 0 to 1 നോക്കിയാൽ മതി. സോ നമുക്ക് എന്തുണ്ടാവും? എ ബി എക്സ് ക്യൂബ് മൈനസ് എ എക്സ് റേസ് ടു 4 ഡി എക്സ് ഇസ് ഈക്വൽ ടു 0.6 ആണ് അല്ലേ? സോ എ ബി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എക്സ് ക്യൂബിൻ്റെത് എക്സ് റേസ് ടു 4/4 വരും. ആൻഡ് എ ഇൻറ്റു എക്സ് റേസ് ടു 5/5 എവിടുന്നാണ്? 0 to 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 0.6 അല്ലേ? സോ എഗെയിൻ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ഇത്രയും ചെയ്യേണ്ട, ആലോചിച്ചാൽ മതി. 0 to 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിന്റെ 1/4 കൊടുത്താൽ മതി അല്ലെ? കാരണം ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? സോ എ ബി ബൈ 4 മൈനസ് എ ബൈ 5 is equal to 0.6. So 5ab minus 4a is equal to 0.6 into 22 ആണ്. So that is നമുക്ക് എന്ത് വരും? This is also equal to 12. So this is equation number 2. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എയും ബിനെയും നമ്മൾക്ക് സോൾവ് ചെയ്യണം അല്ലെ? സോ എയും ബിയും സോൾവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുമ്പോൾ 5ab മൈനസ് 4a ഡിവൈഡഡ് ബൈ 4ab മൈനസ് 3a is equal to 12/12 that is equal to 1. അപ്പൊ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്താം? 5ab മൈനസ് 4a is equal to 4ab മൈനസ് 3a ആണ്. സോ 5ab മൈനസ് 4ab എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു ab വരും. will be equal to എന്തായിരിക്കും? 4a minus a അല്ലെ? That is equal to 8. So that is b is equal to 1 എന്ന് വന്നു അല്ലെ? സോ b വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് b വാല്യൂ 1 ഉള്ള രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് അപ്പൊ എന്ത് ചെയ്യണം? a വാല്യൂം കൂടെ കണ്ടുപിടിക്കണം അല്ലെ? സോ അതിന് ജസ്റ്റ് ഏതെങ്കിലും ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ b 1 കിട്ടി കഴിഞ്ഞാൽ 4a മൈനസ് a എന്ന് പറയുന്നത് a is equal to നമുക്ക് അവിടുന്ന് 12 എന്നും കിട്ടി. സോ a 12 ആണ്, b എന്താണ്? 1 ആണ്. സോ നമ്മൾക്ക് എന്ത് വരും? ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, 2-dimensional random variable xy has the joint density f of xy is equal to 8xy and 0 otherwise അല്ലെ? എക്സും വൈയും 0ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ 8xy ആണ്. സോ then the conditional distribution of x given y ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? f of x given y ആണ് കണ്ടുപിടിക്കേണ്ടത്. f of x given y എങ്ങനെയാണ് കണ്ടുപിടിക്കുക? f of xy ഡിവൈഡഡ് ബൈ എന്താണ്? f of y ആണ്
അല്ലെ. സോ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് വൈ. കണ്ടീഷണൽ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് എഫ് ഓഫ് വൈ കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഓഫ് വൈ എങ്ങനെയാ കണ്ടുപിടിക്കുക? 2 ഡയമെൻഷണൽ റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി. എഫ് ഓഫ് വൈ ആകുമ്പോൾ എന്തായിരിക്കും? ഡി എക്സ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക, അല്ലെ. സോ ഇവിടെ നമ്മൾക്ക് എക്സ് എവിടുന്ന് എവിടം വരെയാ? എക്സ് ഇസ് ഫ്രം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. അപ്പൊ എക്സ് എവിടുന്ന് എവിടം വരെയാ? 0 to y, അല്ലെ. സോ ദിസ് ഇസ് 0 to y 8xy dx എന്ന് വരും. അപ്പൊ y ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ 8 into x square y divided by 2. ഫ്രം എവിടുന്ന് എവിടം വരെയാ? 0 to y. സോ എക്സ് ആണ് 0 to y വരുന്നത്, y അല്ല. അപ്പൊ നമുക്ക് 4x square 4y കോൺസ്റ്റന്റ് ഉണ്ട്. പിന്നെ നമുക്ക് എവിടുന്ന് വരെ വരും? എക്സിന് പകരം y സ്ക്വയർ വരും, അല്ലെ. സോ ദാറ്റ് ഇസ് 4y cube. 4y cube എന്നാണ് നമ്മൾക്ക് എന്ത് വരിക? എഫ് ഓഫ് വൈ വരിക, അല്ലെ. നൗ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് ഗിവൺ വൈ കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഈസ് 8xy ആണ്. സോ 8xy ഡിവൈഡഡ് ബൈ 4y ക്യൂബ് എന്ന് വരും, അല്ലെ. സോ ദാറ്റ് ഇസ് 2x by y സ്ക്വയർ. അപ്പൊ 2x by y സ്ക്വയർ ഇസ് ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x1 follows bn p1, x2 follows bn p2 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് x1 is greater than expectation of x2 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് വേരിയൻസ് ഓഫ് x1 is less than വേരിയൻസ് ഓഫ് x2 എന്ന് തന്നിട്ടുണ്ട്, അല്ലെ. സോ x1 follows നമുക്ക് എന്താണ്? bn p1 ആണ്. സോ അതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? n p1 ആയിരിക്കും, അല്ലെ. അതുപോലെ x2 എന്താണ് ഫോളോ ചെയ്യുന്നത്? bn p2 ആണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? n p1 ആയിരിക്കും, അല്ലെ. അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് x1 എന്തായിരിക്കും? വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ n p q ആണ്. ദാറ്റ് ഈസ് n p1 q1 ആണ്. അതുപോലെ വേരിയൻസ് ഓഫ് x2 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു n p2, സോറി ഇത് p2 ആണ്, അല്ലെ. n p2 q2 ആണ്. n p1 q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n p1 into 1 minus p1 ആണ്. അതുപോലെ ഇതെന്താണ്? n p2 into 1 minus p2 ആണ്. സോ നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് x1 is greater than എക്സ്പെക്ടേഷൻ ഓഫ് x2, അല്ലെ. ദാറ്റ് ഈസ് n p1 is greater than n p2. സോ n ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ p1 is greater than p2, അല്ലെ. സോ p1 greater than p2 ആണ്. ആൻഡ് വേരിയൻസ് ഓഫ് x1 ഈസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് x2 ആണ്. ദാറ്റ് ഈസ് n p1 into 1 minus p1 ഈസ് ലെസ് ദാൻ n p2 into 1 minus p2, അല്ലെ. സോ n നമ്മൾക്ക് ക്യാൻസൽ ചെയ്ത് പോയി. സോ p1 സ്ക്വയർ മൈനസ് p1 minus p1 സ്ക്വയർ ഇസ് ലെസ് ദാൻ p2 minus p2 സ്ക്വയർ, അല്ലെ. സോ ഇവിടെ p1 is greater than p2 ആണല്ലോ. സോ p1 greater than p2 ആണ് എങ്കിൽ നമുക്ക് p1 എന്ത് പറയാം? ഇവിടെ p1 സ്ക്വയർ മൈനസ് p1 മൈനസ് p1 സ്ക്വയർ ലെസ് ദാൻ p2 മൈനസ് p2 സ്ക്വയറും ആണ്, അല്ലെ. സോ p1 is greater than എന്തായിരിക്കണം? 1/2 ആയിരിക്കണം. വേരിയൻസ് ഇസ് ലെസ് ദാൻ v of x1 is less than v of x2 ആയതുകൊണ്ട്, അല്ലെ. സോ v of x1 ലെസ് ദാൻ v of x, അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? p1 is greater than 1/2 which is greater than p2 ആയിരിക്കും. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഹാസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 10 ആണെങ്കിൽ then what it is true that p of x is equal to 7 is greater than p of x equal to 8 ആണോ, x is equal to 8 greater than x is equal to 10 ആണോ എന്നൊക്കെയാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെ. സോ പോയിസൺ പാരാമീറ്റർ, സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് വിത്ത് മീൻ 10. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? ലാംഡ തന്നെയാണ്, അല്ലെ. മീൻ ഇസ് ഈക്വൽ ടു പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകതയാണ് അതിന്റെ എക്സ്പെക്ടേഷനും വേരിയൻസും എല്ലാം ലാംഡ തന്നെയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ആണ്,
അല്ലെ? സോ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഇക്വേഷൻ എന്താ? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നമ്മൾ തരുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അതർവൈസ് അതെന്തായിരിക്കും? 0. ഇവിടെ ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 10 ആണ്. സോ ഇ റേസ് ടു മൈനസ് 10 ലാംഡ റേസ് ടു ലാംഡ എന്ന് പറയുന്നത് 10 ആണ്. 10 റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾക്ക് എന്ത്? പ്രോബബിലിറ്റി അല്ലെ? സോ ഇനി നമ്മൾക്ക് ഓരോ ഓപ്ഷനിലേക്കും വരാം. കാരണം ഓരോ ഓപ്ഷനിലും നമ്മൾക്ക് ഓരോ കമ്പാരിസൺ ആണ്. സോ ഇവിടെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുള്ള റീസൺ അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 10 അല്ലെ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 10 എക്സിന് പകരം എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. സോ 10 റേസ് ടു 8 ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് 10 raised to 7 divided by 7 factorial into remaining എന്തുണ്ടാവും? ഒരു 10 ന്യൂമറേറ്ററിൽ ഉണ്ടാവും, ഡിനോമിനേറ്ററിൽ ഒരു 8 ഉണ്ടാവും അല്ലെ? സോ ഈ ഒരു പോർഷൻ, ഈ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7 ആണ് അല്ലെ? ഇൻറ്റു 10/8 ആണ്. പക്ഷെ ഈ 10/8 എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലെ? സോ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇത് എന്തായിട്ട് മാറി? ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് ഇസ് ഈക്വൽ ടു 7 ആയിട്ട് അല്ലെ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഇനീക്വാലിറ്റി നമ്മളത് തെറ്റി. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് 10 റേസ് ടു 10 ഡിവൈഡഡ് ബൈ 10 ഫാക്ടോറിയൽ ആണ്. സോ എനിക്ക് എന്തിനോട് കമ്പയർ ചെയ്യേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു 8ലാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ ഇ റേസ് ടു മൈനസ് 10 റേസ് ടു 8 ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ എടുക്കുക. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു 8 എടുക്കുക. റിമൈനിങ് പോർഷൻ എന്തായിരിക്കും? 100. അതായത് എക്സ് റേസ് ടു 10 ഉണ്ട്. സോ 100 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 10 എന്ന് വരും അല്ലെ? ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 10ഉം 10ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 10/9. എഗെയിൻ ഈ 10/9 ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇത് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 8 ആയിരിക്കും അല്ലെ? സോ നമ്മുടെ ഓപ്ഷൻ ബിയും നമ്മൾക്ക് ഫോൾസ് ആയി. ഇനി അടുത്തത് എക്സ് ഇസ് ഈക്വൽ ടു 10 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ഇസ് ഈക്വൽ ടു 6 എന്നാ തന്നിരിക്കുന്നത് അല്ലെ? സോ എക്സ് ഇസ് ഈക്വൽ ടു 10 നമ്മൾക്ക് ഓൾറെഡി എന്തുണ്ട്? ഇ റേസ് ടു മൈനസ് 10 റേസ് ടു 10 ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് എനിക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു മൈനസ് 10 റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു എന്തുണ്ടാവും? 10 റേസ് ടു 4 റിമൈനിങ് ഉണ്ടാവും ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10 അല്ലെ? ഇത് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് ഇസ് ഈക്വൽ ടു 6നേക്കാൾ വലുതായിരിക്കും അല്ലെ? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി നമ്മൾക്ക് ട്രൂ ആണ്. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് നോക്കുക. അപ്പൊ ഒരേ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ ഓപ്ഷൻ ഡി ശരിയാണെന്ന് പറയരുത്. കാരണം ഇവിടെ നോക്കുക, 10 ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ ഇത് 13നേക്കാൾ വലുതാണല്ലോ 14 വരുന്നത്. അപ്പൊ ഇത് ഗ്രേറ്റർ ആവൂലേ എന്നൊരു സംശയം വരും അല്ലെ? അപ്പൊ അതൊന്ന് നോക്കി നോക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 14 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് 10 റേസ് ടു 14 ഡിവൈഡഡ് ബൈ 14 ഫാക്ടോറിയൽ അല്ലെ? അപ്പൊ അതിന് ഞാൻ 13 ആക്കുകയാണ്. സോ ഇ റേസ് ടു മൈനസ് 10 റേസ് ടു 13 ഡിവൈഡഡ് ബൈ 13 ഫാക്ടോറിയൽ ഇൻറ്റു റിമൈനിങ് എന്തുണ്ടാവും? 10/14. പക്ഷെ ഈ 10/14 ഈസ് ലെസ് ദാൻ 1 അല്ലെ? സോ ദിസ് ഇസ് ലെസ് ദാൻ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 13നേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ലെസ് ദാൻ 1 ഒരു വാല്യൂവിനെ 1നേക്കാൾ ചെറിയ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇൻടേൺ എന്താ സംഭവിക്കുന്നത്? അത് ചെറുതാവുകയാണ് ചെയ്യുക അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ഡിയും നമ്മൾക്ക് ഫോൾസ് ആയി എന്ന് പറയാം അല്ലെ? സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.